അമേരിക്കയെ ഞെട്ടിച്ച വിമാന ദുരന്തം. വാഷിംഗ്ടൺ DC-ക്ക് സമീപം യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് നദിയിലേക്ക് വീണു. വിമാനത്തിലും ഹെലികോപ്റ്ററിലും ഉണ്ടായിരുന്നത് 67 പേർ. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിരിക്കാൻ ഇടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസിന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം ഉണ്ടായത്. ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രാദേശിക സമയം രാത്രി 8:48ഓടെയാണ് യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ടെക്സസിൽ നിന്ന് വരികയായിരുന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനം 5342 റീഗൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായി നീങ്ങുന്നതിനിടെ സൈനിക ഹെലികോപ്റ്റർ വന്നിടിക്കുകയായിരുന്നു. തുടർന്ന് വിമാനവും ഹെലികോപ്റ്ററും സമീപത്തെ പോട്ടോമാക് നദിയിലേക്ക് വീണു. വിമാനത്തിൽ 64 പേരും സൈനിക ഹെലികോപ്റ്ററിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. 300-ലധികം സുരക്ഷാ പ്രവർത്തകരാണ് സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വിമാനം നദിയിൽ രണ്ടായി പിളർന്ന നിലയിലും ഹെലികോപ്റ്റർ തലകീഴായുമാണ് വീണത്. സൈനിക ട്രെയിനിങ്ങിലായിരുന്ന ഹെലികോപ്റ്ററാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് റീഗൻ വിമാനത്താവളം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചു. 19ഓളം വിമാനങ്ങൾ ഡെല്ലാസിലേക്ക് വഴിതിരിച്ചുവിട്ടു. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വരെ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന സൈനിക ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ട VH-60 ബ്ലാക്ക് ഹോക്ക്. വിർജീനിയയിൽ നിന്നാണ് സൈനിക ഹെലികോപ്റ്റർ വന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ പ്രതികൂലമായിരിക്കുകയാണ്. താപനില 2 ഡിഗ്രി വരെ താഴ്ന്നതിനാൽ നദി തണുത്തുറയുന്നതും ശീതക്കാറ്റും ഇരുട്ടും രക്ഷാപ്രവർത്തനങ്ങൾക്ക് കാലതാമസം സൃഷ്ടിച്ചിട്ടുണ്ട്. വിമാനാപകടത്തെ തുടർന്ന് ഏവിയേഷൻ മിനിസ്ട്രിക്കൊപ്പം FBI അടക്കം മറ്റ് ഏജൻസികളെയും ചേർത്തുള്ള സംയുക്ത അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡും അന്വേഷണം ആരംഭിച്ചു. മരണങ്ങളെക്കുറിച്ചോ അതിജീവിതരെക്കുറിച്ചോ നിലവിലൊന്നും പറയാനാകില്ലെന്ന് വാഷിംഗ്ടൺ DC മേയർ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സംഭവത്തിൽ US പ്രസിഡന്റ് ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും നടുക്കം രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.